നടക്കുന്നത്. ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറന്മുള, അവിടെ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. യുവ നേതാവ് അബിൻ വർക്കിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് UDF. വീണ ജോർജിയുടെ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് LDF ഉറപ്പിച്ചു പറയുന്നത്. NDAക്കായി പോർമുഖത്തിറങ്ങുന്നത് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനാണ്. തീ പാറുന്ന പ്രചരണത്തിലാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. ഈ കാലഘട്ടത്തിൽ 10 വർഷം മുൻപുള്ള ആറന്മുള നിയോജക മണ്ഡലമല്ല ഇപ്പോഴുള്ളത്. വികസനം ഈ നാടിൻ്റെ എല്ലാ മുക്കിനും മൂലയിലും എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ കാണേണ്ടത് ഇതിനെല്ലാം എതിർപ്പ് ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന് ഒരു അനുവാദം നമുക്ക് നൽകിയില്ല. എത്ര നാൾ അതിനുവേണ്ടി കാത്തിരുന്നു. 50 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ, സംസ്ഥാന സർക്കാർ അനുവാദം ചോദിച്ചപ്പോൾ അന്നത്തെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായിട്ടും ചർച്ച നടത്തിയിട്ട് നമുക്കൊരു അനുവാദം തന്നില്ല. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വീണയുടെ പ്രചാരണം. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മറുഭാഗത്ത് അബിൻ വർക്കി എന്ന യുവമുഖത്തെ ഇറക്കുകയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുഖമായ ഒരാളെ തന്നെ കളത്തിലിറക്കി കളം പിടിക്കാമെന്നതാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അബിൻ വർക്കിയുടെ റോഡ് ഷോയിലാണ് പ്രവീൺ പുരുഷോത്തമൻ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം വർക്കാകുമെന്നാണ് അബിൻ വർക്കി പറയുന്നത്. അതിനുള്ള ഒരു സാധ്യതയുണ്ടോ അവിടെ? അതെ വിനിത, കഴിഞ്ഞ ദിവസം നമ്മളോട് റിപ്പോർട്ടർ TVയോടാണ് അബിൻ വർക്കി പറഞ്ഞത് ആറന്മുളയിൽ എല്ലാം വർക്കാകും, തന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത്. അല്പസമയം മുമ്പ് ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. വീണ ജോർജ് പറഞ്ഞത് മണ്ഡലത്തിൽ സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ തുടർ ഭരണം, അത് സംസ്ഥാനത്ത് LDFന്റെ തുടർ ഭരണം വരാൻ പോകുന്നു. ആറന്മുളയിലും സ്വാഭാവികമായി ഹാട്രിക് വിജയം താൻ തികയ്ക്കും എന്ന് തന്നെയാണ് വീണ ജോർജ് പറഞ്ഞത്. ഇപ്പോൾ ഞാനുള്ളത് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ റോഡ് ഷോയിലാണ്. ആറന്മുളയിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം. NDAക്ക് വേണ്ടി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഇറങ്ങുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ മണ്ഡലത്തിലെത്തി പ്രവർത്തകരെയൊക്കെ, വോട്ടർമാരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി. ഇപ്പോൾ അബിൻ വർക്കി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അബിൻ, ഇപ്പോൾ ആന്റണി MP-യും അബിൻ വർക്കിയുടെ റോഡ് ഷോയിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള പ്രവർത്തകരുടെ ഒരു ആവശ്യം എങ്ങനെയുണ്ട് അബിൻ? അതെ, തീർച്ചയായിട്ടും ഇത് പ്രവർത്തകർ വലിയ ഉത്സാഹത്തിലാണ്. അതിലുപരി ജനങ്ങൾ വലിയ ഉത്സാഹത്തിലാണ്. കാരണം 10 കൊല്ലത്തെ വികസന വിരുദ്ധമായ ഒരു ആറന്മുളയെ വീണ്ടെടുക്കുക, 10 കൊല്ലത്തെ കേരളത്തെ നശിപ്പിച്ച സർക്കാരിനെ പുറത്താക്കുക, ഇതാണ് ആറന്മുള ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. ഈ ആറന്മുളയിലെ ജനങ്ങളുടെ ജനഹിതത്തിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത് മണ്ഡലത്തിൽ സാധ്യമായ എല്ലാ വികസന പ്രവർത്തികളും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞങ്ങളെല്ലാം വർക്കാകും എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കാരണം വർക്കാകാത്ത മേൽപ്പാലങ്ങളും, അല്ലെങ്കിൽ വർക്ക് തീരാത്ത റോഡുകളും, അല്ലെങ്കിൽ വർക്ക് തീരാതെ ഉദ്ഘാടനം ചെയ്തവയൊക്കെ മാറ്റി എല്ലാം വർക്കാകുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഉദ്യമം. അത് കേരളത്തിലാകമാനം തന്നെ എല്ലാം വർക്കാകുന്ന ഒരു സിസ്റ്റമുള്ള ഒരു സർക്കാർ കൊണ്ടുവരാൻ ഇവിടെ UDF നിൽക്കുമ്പോൾ, ജനങ്ങൾ ജയിക്കുന്ന ഒരു ഘട്ടത്തിൽ UDF നയിക്കുമെന്ന് പറയുമ്പോൾ ആറന്മുളയിലെ ജനങ്ങൾ ജയിക്കും. ആറന്മുളയിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്ന് തന്നെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത്. 60-ലധികം റോഡുകൾ BMBC നിലവാരത്തിലാക്കി. 2016 മുമ്പ് BMBC എന്നുള്ളത് 0 ആയിരുന്നു എന്നുള്ളതാണ് ആറന്മുള മണ്ഡലത്തിൽ. അതായത് LDF സ്ഥാനാർത്ഥി അവരുടെ വികസനം പറഞ്ഞ്, അല്ലെങ്കിൽ വികസനം നടത്തി എന്നുള്ള കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതാണ്. ഞങ്ങൾ കേരളത്തിന്റെ മുന്നിൽ വെക്കുന്നത് ഈ കേരളത്തിന്റെ നേർചിത്രമാണ്, ഈ ആറന്മുളയുടെ നേർചിത്രമാണ്. ആ നേർചിത്രം കണ്ട് ഈ ആറന്മുളയിലെ ജനങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആറന്മുളയിലെ ജനങ്ങൾ പൂർണ്ണമായും പോസിറ്റീവാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ രേഖപ്പെടുത്താൻ പൂർണ്ണമായും സജ്ജരായി നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങ് ഇവിടുത്തെ ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് DCC ഓഫീസിന്റെ പ്രധാനപ്പെട്ട വാതിലിൽ പോലും അങ്ങക്കെതിരെയുള്ള പ്രതികരണങ്ങൾ അത് വന്നിരുന്നു. അതായത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളെ ജില്ലയിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്. 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അബിൻ വർക്കിയെ ആറന്മുളയിൽ നിന്ന് ഞങ്ങൾ വിജയിപ്പിക്കും.
2016 7,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. അത് 2021 ആയപ്പോൾ അതിന്റെ ഇരട്ടിയിൽ അധികമായി. ഇക്കുറി എങ്ങനെയാണ്? LDFനെ ഒരു വലിയ എതിരാളിയായിട്ട് തന്നെ കാണുന്നില്ലേ നിങ്ങൾ? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെയും കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിന്റെയും ഭൂരിപക്ഷം എന്താ നിങ്ങൾ പറയാത്തത്? പാർലമെന്റ് ഇലക്ഷനിൽ 14,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എനിക്കുണ്ടായിരുന്നു. ത്രിതല പഞ്ചായത്തിൽ അത് അതിനേക്കാൾ വർദ്ധിച്ചു. ആ ഭൂരിപക്ഷം കൂടിയാണ് നിങ്ങൾ പറയേണ്ടത്. പൂർണ്ണമായും വിജയപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ടീം UDF ആയി നയിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായ വിജയപ്രതീക്ഷയിലാണ്. വലിയ മുന്നേറ്റം ആറന്മുളയിലുണ്ടാകും. വലിയ മുന്നേറ്റം ആറന്മുളയിൽ ഉണ്ടാകുമെന്നാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത്. അബിൻ വർക്കിയുടെ റോഡ് ഷോ ഇപ്പോൾ കോഴഞ്ചേരിയിൽ കൂടി പുരോഗമിക്കുകയാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ. വിനീത, ശരി, കുമ്മനം രാജശേഖരനാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആറന്മുളയിൽ കുമ്മനം രാജശേഖരനും എത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏതായാലും ത്രികോണ പോരാട്ടം അത് ശക്തമായി നടക്കുന്ന മണ്ഡലം തന്നെയാണ് ആറന്മുള. വരും ദിവസങ്ങളിലും പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നതും ആറന്മുള മണ്ഡലം തന്നെയാണ്. ആരോഗ്യ വകുപ്പിൽ അടുത്തിടെയുണ്ടായ വീഴ്ചകൾ ഉൾപ്പെടെ അവിടെ ചർച്ചയാക്കുമെന്നതാണ് UDF പറയുന്നത്. പക്ഷേ അവിടുത്തെ വികസനം ഉയർത്തി കാണിച്ച് 3ാം പിണറായി സർക്കാർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ ജോർജിന്റെ പ്രചരണം. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി പോരാട്ട ചൂട് കടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന്.